ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി SSLC +2 എന്നിവ പൂർത്തിയാക്കാം. വെറും 5 വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട്, അതും മലയാളത്തിൽ. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9526070097. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2024 എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനി അങ്ങോട്ട് പുതിയ സിലബസും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ ആയി നമ്മുടെ എക്സാം അങ്ങോട്ട് അടുക്കാറായി. ഓൺലി പ്രോബബ്ലി 2 months. നമുക്ക് ഏകദേശം ഒരു 80 ദിവസം മാത്രമേ നമുക്ക് സമയമുള്ളൂ. ഈ ഒരു 2 മാസം കൊണ്ട് നമുക്ക് മാക്സിമം എല്ലാ സബ്ജക്റ്റുകളും പാസ്സാവാൻ വേണ്ട കാര്യങ്ങൾ പഠിക്കണം. അത് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കൂടുതലായിട്ട് മാർക്കുകൾ നേടണം. അതുപോലെ തന്നെ നമ്മുടെ NIOS ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസ് ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്തു തീർക്കാം. പ്രാക്ടിക്കൽ വർക്ക്, PCP ക്ലാസ്, തിയറി, എക്സാമിനേഷന് വേണ്ട കണ്ടന്റ്സ്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ TMA, എക്സാം ഫീ അടക്കം, രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫോർ അവർ ഏപ്രിൽ 2024 ബാച്ച് ടു ഏപ്രിൽ 2024 ബാച്ചിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, ഇനി അങ്ങോട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം മക്കളെ. ദിസ് ഈസ് റോഡ് ടു പാസ്, നമ്മുടെ വിജയത്തിലോട്ടുള്ള ഒരു വഴിയാണ്. ഇവിടെ നമ്മൾക്ക് ഇതേപോലെ നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ കുട്ടികൾ കമന്റ്സിലൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ മെൻഷൻ ചെയ്യും. ഞാൻ പറയുന്ന അഡ്വൈസ് പ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ദാറ്റ് റിസൾട്ട് ആസ് പാസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2024 രജിസ്റ്റർ ചെയ്ത് എന്റെ ക്ലാസ് കാണുന്ന കുട്ടികൾ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, റോഡ് ടു പാസ്, നമ്മളിവിടെ വിജയത്തിലോട്ടുള്ള വഴിയാണ് നമ്മളിവിടെ വെട്ടുന്നത്. മിട്ടുമുയലിന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ ഫൈനലി നമ്മളിവിടെ എത്തും, റിസൾട്ട് എത്തും. ആ റിസൾട്ട് നമ്മൾ എന്താ, പാസ്സാണ്. സോ മക്കളെ, നമ്മൾ അഡ്മിഷൻ എടുത്ത് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഏകദേശം ഇവിടേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ന്യൂ സിലബസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വന്നത്. അതായത് നിങ്ങളുടെ ബാച്ചിന്റെ ഏകദേശം പകുതി സമയം, ഒരു 3 months കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര പ്രോബ്ലം ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. ഈ ഒരു പുതിയ സിലബസ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ പാസ് ആവുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ്. മുമ്പുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് പോന്നാൽ മതിയായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ന്യൂ മാറ്റങ്ങൾ അല്ലെ, പുതിയ അപ്ഡേറ്റ്സുകൾ, പുതിയ മാറ്റങ്ങൾ, ചേഞ്ചസ് ഒക്കെ വരുത്തണം. സോ ഇവിടെ ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറും പുതിയ സിലബസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് ഏകദേശം ഈ ക്ലാസ്സുകളിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. സോ മക്കളെ, ഇവിടെ നമുക്ക് സിലബസ് ബൈഫോക്കേറ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് എന്തൊക്കെ സംഭവിച്ചു, അവിടെ നമുക്ക് ന്യൂ സിലബസും ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വന്നു. സിലബസ് ബൈഫോക്കേറ്റ് ചെയ്തു. നമ്മുടെ സിലബസിന്റെ ലോഡ് 60% ആക്കി വെട്ടിച്ചുരുക്കി. നമുക്കത് വളരെ ഒരു ഉപകാരമായില്ലേ. ഏകദേശം 10 മുതൽ 15 വരെ ചാപ്റ്റേഴ്സ് നമ്മൾ ഒഴിവാക്കി, TMA എന്ന് പറഞ്ഞ് ഒഴിവാക്കി. സോ അതൊക്കെ സംഭവിച്ചത് ഏകദേശം ഈ ഒരു ടൈമിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പുതിയ സിലബസ് പ്രകാരം പഠിക്കുന്ന സമയത്താണ് നമുക്ക് TMA അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്നത്. സോ നമ്മളെല്ലാവരും TMA അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മാർക്ക് TMAയുടെ വന്നു തുടങ്ങി. ഇപ്പൊ നമ്മുടെ TMAയുടെ മാർക്ക് അലോക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ മാർക്കുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ നമുക്ക് ടൈമുണ്ട്, നമുക്ക് എക്സാം വരെ ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിന്റെ മാർക്കുകൾ കിട്ടിയാൽ മതി. എന്താണെങ്കിലും എല്ലാവരും TMA അപ്ലോഡ് ആയിട്ടുണ്ടാവും. സോ അതിന്റെ മാർക്കുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദെൻ TMA കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വന്നു എന്ത്, എക്സാം ഫീ അടക്കാനുള്ള ടൈം. എക്സാം ഫീ നമ്മുടെ കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിന്റെ റിസൾട്ടിന്റെ ഒക്കെ ആ ടൈമിൽ, അതിന്റെ ഒക്കെ ഒരു കുറച്ച് മുമ്പായിട്ടാണ് നമുക്ക് എക്സാം ഫീന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. സോ ആ ടൈം തൊട്ട് നമ്മുടെ കുട്ടികൾ, അതായത് കഴിഞ്ഞ മാസം വരെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തു, എക്സാം ഫീ ഒക്കെ അടച്ചു. എക്സാം ഫീ നമ്മൾ വിത്തൗട്ട് ഫൈന് നമ്മൾ അടച്ചു. ഫൈന് നമ്മൾ ഒരു സബ്ജക്റ്റിന് 100 രൂപ വീതം വെച്ച് ഫൈൻ അടച്ചു. ഒരു വിദ്യാർത്ഥിക്ക് 1500 രൂപ കൺസോളിഡേറ്റഡ് ലേറ്റ് ഫീ ആയിട്ട് നമ്മൾ അടച്ചു. അങ്ങനെയൊക്കെ ഫൈൻ അടച്ച് നമ്മുടെ എക്സാം ഫീ ഒക്കെ നമ്മൾ അടച്ചു തീർത്തു. ഈ എക്സാം ഫീ നിങ്ങൾ അടച്ച സമയത്താണ് നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ടാവുക, PCP എന്നുള്ള പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാമിന്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവുക. സോ നമുക്ക് PCPയുടെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. PCPയുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ നിന്ന് എടുക്കാൻ പറ്റും. PCPയുടെ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ മുമ്പ് നിങ്ങളുടെ ഒരു വീഡിയോയിൽ PCPയെ കുറിച്ച് പറഞ്ഞു. PCP സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി സെന്റർ, നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഏകദേശം ഈ TMA അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ID കാർഡ് കിട്ടിയിട്ടുണ്ടാവും, ഗവൺമെന്റ് ID കാർഡ് കിട്ടിയിട്ടുണ്ടാവും. സോ ആ ID കാർഡ്, ഇങ്ങനെയുള്ള ID കാർഡിന്റെ താഴെ നമുക്ക് സ്റ്റഡി സെന്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ സ്റ്റഡി സെന്ററിൽ കാണുന്ന സെന്ററിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ അവരെ വിളിക്കുക, അവരോട് കോൺടാക്ട് ചെയ്തിട്ട് എന്നാണ് നിങ്ങൾ വരേണ്ടത്. ഈ മാസം നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്, അടുത്ത മാസം നടക്കുന്ന സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇപ്പോഴൊക്കെ ഈ PCP ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം എക്സാം ഫീ അടച്ചപ്പോഴായിരിക്കും മിക്ക ആളുകൾക്കും PCPയുടെ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ആയിട്ടുണ്ടാവുക. സോ PCPയുടെ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതെടുത്തിട്ട് നിങ്ങൾ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുക. PCP നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മുടെ ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്കുകളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഈ മാർക്കുകൾക്കൊക്കെ നമ്മുടെ 5 PCP ക്ലാസ്സുകൾ, നിങ്ങൾക്ക് 5 PCP ക്ലാസ്
ക്ലാസ്സുകൾ അവർ തരും. ആ 5 PCP ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് വർക്കുകളൊക്കെ ഈ PCP ത്രൂ ആണ്. അപ്പോൾ PCP എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും PCP വരില്ല. നമുക്ക് ലാബ് ഉള്ള വിഷയങ്ങൾക്കായിരിക്കും PCP ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലാബ് ഇല്ലാത്ത വിഷയങ്ങൾ എടുക്കുന്ന കുട്ടികൾക്ക് ആ ഹാൾ ടിക്കറ്റ് ഉണ്ടാവില്ല. സോ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ PCPയുടെ കാര്യം പറയുന്നത് ഓൺലി ഫോർ ദ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക്. ഓക്കെ, അതല്ലാതെ നമുക്ക് PCP ക്ലാസ്സുകൾ കൊടുക്കുന്ന സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സുകളൊക്കെ കൊടുക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഈ PCP ഹാൾ ടിക്കറ്റ് ഇല്ലാതെയും നിങ്ങളുടെ ID കാർഡ് വെച്ചിട്ടും നിങ്ങൾക്ക് PCP ക്ലാസ് തരുന്ന സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ നിങ്ങളത് ചോദിക്കുക. PCP ഹാൾ ടിക്കറ്റ് നിർബന്ധമാണെന്ന് പറയുന്ന സ്റ്റഡി സെന്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ PCP ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ID കാർഡ് വെച്ചിട്ടും നിങ്ങൾക്ക് PCP അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ PCP ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. PCP ഈസ് മാൻഡേറ്ററി. നമ്മുടെ മാർക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് PCP. സോ PCP നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ PCP ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് അടുത്ത മാസമൊക്കെ PCP നടക്കും. അപ്പൊ നിങ്ങളുടെ സ്റ്റഡി സെന്റർ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ വിളിച്ചിട്ട് വേണം നിങ്ങളുടെ PCP എപ്പോഴാണെന്നുള്ള അറിയണം. PCP കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സോ നിങ്ങൾ ആ ഡേറ്റ്, അത് ഓരോ സ്റ്റഡി സെന്ററിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് നടത്തുക. സോ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും ഒരേ സമയമല്ല, ഇപ്പം അതിന്റെ ടൈമാണ്. ഈ PCP ഹാൾ ടിക്കറ്റിന് ടൈമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പോലും മിക്ക സ്റ്റഡി സെന്ററുകളും അവരൊരു ടൈം അലോട്ട് ചെയ്യുക. അപ്പൊ അതിനാണ് ഈ ഹാൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ സ്റ്റഡി സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം നിങ്ങളുടെ PCPക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ. ഓക്കെ, സോ PCP 5 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് PCP 5 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്സ് ലഭിക്കുക. സോ ആ മാർക്സ് നമുക്ക് അതിൽ ഫോർമേറ്റീവ് അസസ്മെന്റ് ഇതിൽ നമുക്ക് വരും. ഓക്കെ, അങ്ങനെ PCP ക്ലാസ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ PCP അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് എങ്ങനെ എഴുതണം എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റഡി സെന്റർ മുഖേന നിങ്ങൾക്ക് ലഭിക്കും. അതല്ല നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് പ്രോപ്പറായിട്ട് അങ്ങനെയുള്ള ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് ചെയ്യണം എന്നുള്ള ഡയറക്ഷൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലാബ് മാനുവൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെരിമെന്റ്സ് ചെയ്താൻ പറ്റും. അപ്പോൾ അത് PCP നടത്തുന്ന സെന്ററുകൾ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് മാത്രം നിങ്ങൾ എഴുതി പോയി പ്രാക്ടിക്കൽ റെക്കോർഡ് കൊണ്ടുപോയാൽ മതി. എന്നാൽ ചില സെന്ററുകളിൽ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാബ് മാനുവൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ഓൺ ചെയ്ത് പോയാൽ മതി. അപ്പോഴും നമുക്ക് മാർക്ക് ലഭിക്കും. ഓക്കെ, സോ ഈ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേപോലെ ഈ പ്രാക്ടിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് ആദ്യം വരിക. അതായത് തിയറി എക്സാമിന് മുമ്പ് പ്രാക്ടിക്കലാണ് വരിക. അത് നമുക്ക് ഏകദേശം അടുത്ത ഏപ്രിൽ മാസത്തിലാണ്, നമ്മുടെ ഏപ്രിൽ 2nd വീക്കിലാണ് നമ്മുടെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത്. സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആദ്യം തുടങ്ങും. ഇപ്പോൾ ഡാറ്റ എൻട്രി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, 10ാം ക്ലാസ്സിൽ മാത്സ്, അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇങ്ങനെയൊക്കെയുള്ള ലാബുള്ള വിഷയങ്ങൾക്ക് ആയിരിക്കും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഫസ്റ്റ് ഉണ്ടാവുക. ദെൻ ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക, നമ്മുടെ തിയറി എക്സാമിനേഷൻ ഉണ്ടാവുക. സോ ഈ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് വർക്ക്, ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടക്കുന്ന ടൈമിലായിരിക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ തന്നെ ബാസ് റിവിഷൻ ക്ലാസ്സുകൾ നടക്കുക. ഓക്കെ, നമ്മുടെ ബാസ് റിവിഷൻ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള, ഇത്രയും കാര്യങ്ങൾ മാറ്റം വരുത്തിയതിന്റെ ഷോർട്ട് ചെയ്തിട്ടുള്ള കണ്ടന്റുകളായിരിക്കും കൊടുക്കുക. ബാസിലെ കുട്ടികൾക്ക് ബാസ് റിവിഷൻ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബാസ് ക്രാഷ് കോഴ്സ് എല്ലാ പ്രാവശ്യവും ഒത്തിരി പിള്ളേർ, ഇപ്പൊ നമ്മുടെ എല്ലാ വീഡിയോസിനും താഴെ കമന്റ്സ് ആയിട്ടും നമ്മൾ ഓരോ ദിവസവും കുട്ടികൾ വിളിച്ചു ചോദിക്കുന്നത് എന്തുകൊണ്ട് സാർ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നില്ല, വൈ യു ആർ നോട്ട് സ്റ്റാർട്ടിങ് ക്രാഷ് കോഴ്സ്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോക്ക് നിരന്തരം കമന്റ് ആയിട്ടും അതുപോലെ നമ്മൾ ഡയറക്റ്റ് വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നതാണ്, എന്താണ് സാർ നിങ്ങളുടെ ക്രാഷ് കോഴ്സ് തുടങ്ങാത്തത്? എല്ലാ കുട്ടികളും പറയുന്നുണ്ട് ബാസ് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്താൽ പിന്നെ ഫെയിൽ ആവുന്നുള്ള ടെൻഷൻ വേണ്ട, 100% പാസ്സേക്കാരം. അപ്പോൾ നമുക്ക് ക്രാഷ് കോഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. ബട്ട് അങ്ങനെ വെറുതെ ക്രാഷ് കോഴ്സ് തുടങ്ങാൻ പറ്റുമോ? നമ്മൾ ക്രാഷ് കോഴ്സ് തുടങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം. ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് കിട്ടുള്ളൂ, പക്ഷെ കിട്ടുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ടൈം എടുത്തിട്ട് ചെയ്തു തരുള്ളൂ. സോ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഉടൻ തന്നെ ആരംഭിക്കും. സോ അതിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാസ് ക്രാഷ് കോഴ്സ് ഞാൻ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യലി നിങ്ങളോട് ഡിക്ലെയർ ചെയ്തു എന്നാണ് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം, ഈ ക്രാഷിലൂടെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണം, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, എൻ്റെ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഒരു ലോഞ്ചിങ് വരും. ആ ലോഞ്ചിങ് ടൈമിലായിരിക്കും നമ്മുടെ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ക്രാഷിലോട്ട് അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല. സോ ഞാൻ നിങ്ങളോട് ഒഫീഷ്യലി അറിയിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കുന്ന കുട്ടികൾ ക്രാഷ് എന്നുള്ള ഒരു ആവശ്യം മുഖേന വന്നിട്ടില്ലെങ്കിൽ അവരുടെ നമ്പർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കീപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുക. തിരിച്ച് നമ്മൾ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയല്ലേ കോൾ വരുന്നത്. നമ്മുടെ എല്ലാ നമ്പേഴ്സും വാട്സ്ആപ്പ് നമ്പർ ആയിരിക്കും. ആ വാട്സ്ആപ്പിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കുന്ന ആളുടെ DP, പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടായിരിക്കും, അതിന്റെ ഡെസിഗ്നേഷൻ ഉണ്ടായിരിക്കും, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ക്രാഷ് കോഴ്സ് ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ മുഖേനയാണ് വരിക. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ. എങ്ങനെയാണ് ക്ലാസ്സുകൾ വരിക, അപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ എങ്ങനെയാണ് സാറിന്റെ ക്ലാസ്സുകൾ വരിക, അതിൽ സാർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുക, എല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇതൊന്നും ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് എൻ്റെ കുട്ടികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, സാർ ക്രാഷ് കോഴ്സ് ഇല്ലേ? അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ക്രാഷ് കോഴ്സും വരും. ഡോണ്ട് വറി, ഡോണ്ട് വറി, ഡോണ്ട് വറി, we will come very 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 soon. ഓക്കെ, അപ്പൊ ആ ഒരു പുതിയൊരു ബാസ് ക്രാഷ് കോഴ്സ് നമ്മുടെ പുതിയ സിലബസ് ഇപ്രാവശ്യം വരുമ്പോൾ വളരെ പുതുമയോടുകൂടി നമ്മൾ വരുന്നത്. കാരണം പഴയ ഒരു സിലബസോ കാര്യങ്ങളോ അല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഈ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്കിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് മെൻഷൻ ചെയ്തു. ആ ഒബ്ജക്റ്റീവ് ബാങ്ക് കൂടി നമ്മളിവിടെ
ലോഞ്ച് ചെയ്യുന്നതും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ ടൈമിലായിരിക്കും. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ റോഡ് ടു പാസ് എന്നുള്ള സംഭവത്തിൽ നമ്മൾ വരിക ഏകദേശം റിവിഷൻ ഓർ ബാസ് ക്രാഷ് കോഴ്സ് എന്നുള്ള ടൈം വരുന്ന ടൈമിൽ ഞാൻ നിങ്ങളെ അറിയിക്കും, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഏത് സബ്ജക്ട്, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാർ എനിക്ക് ഫിസിക്സിന്റെ ക്ലാസ് പറഞ്ഞുതരോ, കെമിസ്ട്രി പറഞ്ഞുതരോ, ബയോളജി പറഞ്ഞുതരോ, അക്കൗണ്ടൻസി പറഞ്ഞുതരോ, SLC മാത്സ് പറഞ്ഞുതരോ, എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ക്ലാസ്സും ഒരു ദിവസം ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും എടുക്കാൻ യൂട്യൂബിൽ പരിമിതികളുണ്ട്. ബട്ട് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് തുടങ്ങുന്ന സമയത്ത് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ SLC ഫുൾ ആയിട്ട് എടുക്കുക, SSLCയിൽ ഒരു സബ്ജക്ട് മാത്രം എടുക്കുക, ഫിസിക്സ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ സയൻസ് ഫുൾ ആയിട്ട് എടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാനും പറ്റും. അപ്പോൾ ഇതൊന്നും വലിയ ടെൻഷനുള്ള കാര്യമൊന്നുമല്ല, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികൾ തിയറി എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. തിയറി എക്സാം നമ്മൾ ഇപ്രാവശ്യം പുതുമയോട് കൂടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അവിടെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, എനിക്കും ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാണ്ട് ഞാൻ റിസർച്ച് ചെയ്ത കണ്ടന്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്, മലയാളം ക്ലാസ്, ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പുതിയ എക്സാം എങ്ങനെയാണ് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കോൺഫിഡൻസും കൂടി ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്ലാസ്സും മക്കൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇതിന് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബാസ് സ്റ്റഡി സെന്ററിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ഇന്നലത്തെ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ വന്നപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനിയും നമ്മുടെ മെറ്റീരിയൽസ്, ലൈവ് ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ വരുന്ന ടൈമിലൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാത്രമേ നമ്മളിത് ഷെയർ ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ മെറ്റീരിയൽ നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് നൽകും. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ തവണകളായിട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് യു ആർ ന്യൂ ഓഡിയൻസ് ആൻഡ് ന്യൂ സ്റ്റുഡൻസ് ടു മീ. നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ഒന്നും അറിയണ്ടാവും, സമയം കുറവാന്ന് പറഞ്ഞപ്പോൾ എല്ലാ പഴയ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാത്തിന്റെ ഒരു തുടക്കം പറഞ്ഞു തരാണ്. അപ്പോൾ ക്രാഷ് കോഴ്സ് ഇല്ലേ എന്നുള്ള ചോദ്യം ഇനി ചോദിക്കേണ്ട, ക്രാഷ് കോഴ്സ് ഉണ്ട്. ബട്ട് വെറുതെ ക്രാഷ് കോഴ്സ് തുടങ്ങാൻ ഞാൻ റെഡിയല്ല. ഞാൻ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് തരുമ്പോൾ ആ ക്രാഷ് കോഴ്സ് പഠിച്ച് പാസ്സായി, കഴിഞ്ഞ ക്ലാസ് ഒക്ടോബറിന്റെ റിസൾട്ടിന്റെ വീഡിയോ താഴെ ചെക്ക് ചെയ്ത് നോക്കൂ, എല്ലാവരും പാസ്സായി, എല്ലാവരും പാസ്സായി. ആ പാസ്സാവൂന്ന് കേൾക്കണം. അത് കേൾക്കണമെങ്കിൽ എനിക്ക് ഇവിടെ കുറച്ച് ഗ്രൗണ്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ക്രാഷ് കോഴ്സ് തുടങ്ങുള്ളൂ. ബട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടാവും. ഓക്കെ, ഡോണ്ട് വറി, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള, നമുക്ക് ഇപ്രാവശ്യം 100ന്റെ 60 വെട്ടി ചുരുക്കിയത് കൊണ്ട് അതിന്റെ പകുതി കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷെ ഈ പഠിക്കേണ്ട 60% എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ആണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കിട്ടും, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേറെയും ലഭിക്കും. ഇത് രണ്ടും മേർജ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പരീക്ഷ വിജയിക്കാൻ പോകുന്നത്. അപ്പൊ മക്കൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, നമ്മുടെ അഡ്മിഷൻ എടുത്ത് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ്, TMA എക്സാം ഫീ അടച്ച് നമ്മൾ PCP ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയം ഇനി വരാൻ പോകുന്ന പ്രാക്ടിക്കൽ റെക്കോർഡ് എഴുതി നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതാൻ പോകേണ്ട കാര്യം. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ തിയറി എക്സാമിനേഷൻ. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സിലബസ് എങ്ങനെ പഠിക്കണം, ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ പാസ്സാൻ പറ്റും, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ വന്നു എന്ന് പറയുന്ന സമയത്ത് എന്റെ വീടിന്റെ താഴെ നിങ്ങൾക്കൊക്കെ പാസ്സായി എന്ന് പറയാൻ പറ്റണം. ഓക്കെ, പറ്റും. നമ്മളെല്ലാവരും പാസ്സാവും. നമ്മൾ ഈ കോഴ്സ് എടുത്ത് ഒരിക്കലും തോൽക്കാനല്ല, വിജയിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ വിജയിക്കും, തോൽക്കും ഞാൻ പറയുന്നില്ല, എല്ലാവരും വിജയിപ്പിക്കും. പ്രായഭേദമന്യേ വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലേ, പഠിക്കണ കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണോ, ഐക്യുള്ള ആളാണോ ഐക്യമില്ലാത്ത, അങ്ങനെ ഒന്നും നോക്കൂല, ആർക്കും പാസ്സാവാം. ഇറ്റ്സ് വെരി ഈസി. ഇറ്റ്സ് എ സിമ്പിൾ എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.